കഴിഞ്ഞ 12 വർഷത്തിനിടെ 1 ഡസൻ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കേരളം കേന്ദ്രത്തോട് സഹായമായി ആവശ്യപ്പെട്ടത് 18,910.69 കോടി രൂപ. എന്നാൽ കേന്ദ്രം അനുവദിച്ചത് വെറും 3,146.28 കോടി രൂപയും. ഇക്കഴിഞ്ഞ 1-ാം തീയതി വരെയുള്ള കണക്കാണിത്. പ്രകൃതി ദുരന്തങ്ങൾ പതിവായി ഏറ്റുവാങ്ങേണ്ടി വരുന്ന സംസ്ഥാനത്തോട് കാട്ടുന്ന ഈ അവഗണന തിരിച്ചറിഞ്ഞ് 13,900 കോടി രൂപ പ്രത്യേക ഗ്രാൻഡായി അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ 16-ാം ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. കടലാക്രമണം, ഉരുൾപൊട്ടൽ, പേമാരി തുടങ്ങിയവ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് എല്ലാ തരത്തിലും തടസ്സമാകുകയാണ്. സംസ്ഥാന ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഇത്തരം ദുരന്തങ്ങൾക്ക് പരിഹാരം കാണേണ്ട അവസ്ഥയിലാണ് കേരളം. ഇത് കേരളത്തിൻ്റെ ധനസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുന്നതിനാൽ കേന്ദ്ര സഹായം അനിവാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയുടെ 30% തീരമേഖലയിലാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ 2000 പേരെന്നതാണ് ഈ മേഖലയിലെ ജനബാഹുല്യം. 586 കിലോമീറ്റർ നീണ്ട തീരമേഖലയിൽ 360 കിലോമീറ്ററും രൂക്ഷമായ കടലാക്രമണം നേരിടുകയാണ്. ഈ പ്രതിസന്ധിക്ക് അടിക്കടി പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുമുണ്ട്. 2018-നും 2024-നും ഇടയിൽ 4,273 കോടി രൂപ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അധികമായി ചിലവിട്ടു. 2010 മുതൽ 2015 വരെ ചിലവിട്ടതിൻ്റെ 25 ഇരട്ടിയാണിത്. അധിക ഗ്രാൻഡ് ലഭ്യമാക്കുന്നതിന് പുറമെ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഫണ്ടിലേക്കുള്ള വിഹിതം ഗണ്യമായി ഉയർത്താനും ധനകാര്യ കമ്മീഷൻ നടപടിയെടുക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. 5 വർഷത്തേക്കാണ് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അനുവദിക്കുന്നത്. വർഷം 2,780 കോടി രൂപ വീതം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് കേരളം 5 വർഷത്തേക്ക് 13,900 കോടി രൂപ ആവശ്യപ്പെട്ടത്. പ്രായം ചെന്നവരുടെ ജനസംഖ്യ കുതിച്ചുയർന്നത് കണക്കിലെടുത്തും കേരളത്തിന് അധിക സഹായം ആവശ്യമാണ്. 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം 42 ലക്ഷത്തിൽ നിന്ന് 2036-ൽ 84 ലക്ഷത്തിലേക്ക് ഉയരും. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൻ്റെ ഒരു പങ്ക് ഇപ്പോൾ വയോജനങ്ങളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിനായാണ് ഉപയോഗിക്കുന്നത്. ക്രമേണ ഈ ഇനത്തിൽ ചിലവ് കുതിച്ചുയരും. തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും കഴിഞ്ഞ 8-ന് കേരളത്തിലെത്തിയ ധനകാര്യ കമ്മീഷനെ സർക്കാർ അറിയിച്ചു.